ആലിൻ ഷെറിൻ എബ്രഹാമിനെ മൻ കി ബാത്തിൽ പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അവയവദാനത്തിന്റെ അവബോധം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ആലിൻ യാത്രയായതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെടുന്നതിനേക്കാൾ ദുഃഖം മറ്റൊന്നില്ല. ആഴമേറിയ ദുഃഖത്തിനിടയിലും ഈ തീരുമാനമെടുത്ത ആലിന്റെ മാതാപിതാക്കളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ശരത്ലാലുണ്ട് വിവരങ്ങളുമായി. ശരത്ലാൽ, എത്ര സന്തോഷമുള്ള കാര്യമാണെന്ന് നോക്കൂ. ഈ മാലാഖ കുഞ്ഞിനെ പ്രധാനമന്ത്രി അനുസ്മരിക്കുന്നു, അവയവദാനത്തിന്റെ അവബോധം വർദ്ധിപ്പിച്ചു എന്നൊക്കെ പറയുന്നു. വിവരങ്ങൾ. ഷംലി, അതുതന്നെ ആലിൻ ഷെറിൻ്റെ ഒരു അവയവദാനത്തെ ദേശീയ തലത്തിൽ തന്നെ പ്രധാനമന്ത്രിയുടെ പരാമർശം ശ്രദ്ധാ വിഷയമായി എന്ന് പറയേണ്ടി വരും. കാരണം മൻ കി ബാത്തിൽ അദ്ദേഹം പ്രധാനമന്ത്രി ആലിൻ ഷെറിനെ പരാമർശിച്ചത് അവയവദാനത്തിൻ്റെ മഹോത്തര മാതൃക എന്നതാണ്. അതുമാത്രമല്ല, സ്വന്തം മകൾ നഷ്ടപ്പെടുന്ന ഒരു മാതാപിതാക്കളുടെ വേദനയും അത് എത്ര കടുത്തതായിരിക്കും എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ദേശീയ തലത്തിൽ തന്നെ ഈ അവയവദാനത്തിന് വല്ലാത്തൊരു ഉത്തേജനം നൽകുന്ന ഒരു നടപടിയാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ അത് എടുത്തു പറയുകയും ചെയ്തു. അവയവദാനത്തിനൊരു മാതൃകയാണ്, ഇന്ത്യക്കുള്ളൊരു മാതൃകയാണ്. അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു മാതൃക അല്ലെങ്കിൽ പ്രചോദനമാണ് ഈ പിഞ്ചു കുഞ്ഞിൻ്റെ ഈ അവയവ മാറ്റം അല്ലെങ്കിൽ അവയവം നൽകിയത് എന്ന് അദ്ദേഹം മൻ കി ബാത്തിൽ എടുത്തെടുത്ത് പറയേണ്ടി വന്നു. അതുതന്നെയാണ് കേരളത്തിന് മാത്രമല്ല, കേരള സ്റ്റോറി, പുതിയൊരു കേരള സ്റ്റോറി കൂടി പ്രധാനമന്ത്രി പറയുന്നു. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും നമുക്ക് അത്തരത്തിലേക്ക് നമുക്കതിനെ പറയാം. യഥാർത്ഥ കേരള സ്റ്റോറി പ്രധാനമന്ത്രിയുടെ നാവിൽ നിന്ന് തന്നെ വരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. അതേപോലെ തന്നെ പ്രധാനമന്ത്രി അതോടൊപ്പം തന്നെ മൻ കി ബാത്തിൽ മറ്റൊരു കാര്യം കൂടി പരാമർശിച്ചിട്ടുണ്ട്. അത് കുംഭമേളയാണ്. കാരണം പരമ്പരാഗത ചരിത്രം വീണ്ടും ഓർമ്മിപ്പിക്കപ്പെടുന്നു എന്നതാണ് അദ്ദേഹം തിരുനാവായ കുംഭമേളയെക്കുറിച്ച് മൻ കി ബാത്തിൽ പരാമർശിച്ച് പറഞ്ഞു. ഏതായാലും ആലിൻ ഷെറിൻ്റെ മഹത്തായ അവയവദാനത്തെ രാജ്യത്തിൽ തന്നെ ഒരു മാതൃകയാക്കി പ്രധാനമന്ത്രി ഉയർത്തിക്കാട്ടിയിരിക്കുന്നു. ഷാംലി. ശരി ശരത്ലാൽ.